ഹായ് കൂട്ടുകാരെ, റോസിസ് ലൈഫ് ഡയറിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ പാഷൻ ഫ്രൂട്ടിൻ്റെ വിത്ത് നമുക്ക് പാകി മുളപ്പിക്കാം എന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ചട്ടിയിൽ എങ്ങനെ പാകാമെന്ന് നോക്കാം. കുറച്ച് കരിയിലകൾ ചട്ടിക്കകത്തേക്ക് ഇടുന്നു, ഒരു കാൽഭാഗത്തോളം. അതിനുശേഷം നമുക്ക് കുറച്ച് പോട്ട് മിക്സ്, അതായത് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്ത് വച്ചേക്കുന്നതാണ്. അത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. അത് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമ്മൾ നിറയ്ക്കണം. പാഷൻ ഫ്രൂട്ട് നല്ല ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് യെല്ലോ കളറാണ്, അതായത് മഞ്ഞ കളറിലുള്ള പാഷൻ ഫ്രൂട്ടാണ് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി. വലിപ്പവും ഉണ്ട്, നല്ല മിനുസവും ഗ്ലേസിങ്ങും ഉള്ള ടൈപ്പാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ബ്രൗൺ കളറുള്ളതാണ്. നല്ല വലിപ്പമുള്ളതും നല്ലതായിട്ട് ജ്യൂസുള്ള ടൈപ്പുമാണിത്. ഇതിൻ്റെ മുറിച്ചിട്ട് ഇതിൻ്റെ സീഡ് നമ്മൾ നിരത്തിയിടുന്നു, മണ്ണിനകത്തേക്ക് മൊത്തത്തിൽ നിരത്തി തൂളുന്നു. അതിനുശേഷം നമുക്ക് പോട്ട് മിക്സ് അതിൻ്റെ മുകളിലോട്ട് ഒന്നും കൂടി കുറച്ചും കൂടി തൂളിയിട്ട് കൊടുത്തിട്ട് നനച്ച് കൊടുത്താൽ മതി. മറ്റു രീതി എന്ന് പറയുന്നത് നമ്മൾ ട്രേയിൽ, അതായത് ട്രേക്കകത്ത് എങ്ങനെയാണ് പാകുന്നത് എന്നുള്ളതാണ്. പിന്നെ ട്രേ എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് പോട്ട് മിക്സ് ഇടുക. അതിന് ഒരു 1/4 ഭാഗം പോട്ട് മിക്സ് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ വിത്ത് ഓരോന്ന് വെച്ച്, ഒരേ അല്ലി വെച്ച് ഓരോ അരി ഓരോ കളത്തിക്കടെ ഇട്ട് കൊടുത്തേച്ച് വീണ്ടും പോട്ട് മിക്സ് ഇട്ട് നമുക്ക് അത് ലെവൽ ചെയ്യാം. അതിനുശേഷം ഇതിനകത്ത് ഈ 2 ചട്ടിയിൽ ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കുക. എല്ലാ ദിവസവും ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ ചകിരിച്ചോറുണ്ടായ കാരണം നനവ് നിൽക്കും, എന്നും നനയ്ക്കണമെന്നില്ല. ഒന്നരാടം ദിവസവും നമ്മൾ നനച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഒരു 15 അല്ലെങ്കിൽ 20 ദിവസം കഴിയുമ്പോഴത്തേന് ഇത് മുള പൊട്ടും. മുള പൊട്ടിക്കഴിഞ്ഞേച്ച് 2-3 ഇലയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്കിതിനെ ചെറിയ ഗ്രോ ബാഗിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് വള്ളി പാകും, ഒരു 5-8 ഇലയായി കഴിയുമ്പോഴാണ് നമ്മൾ മണ്ണിലേക്ക് ഇതിനെ എടുത്ത് നടുന്നത്. അതുവരെ നമുക്കിത് ബാഗിനകത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതുപോലെ മാറ്റിയ തൈയുണ്ട്. ഇതിനകത്ത് കാണിക്കുന്നത് ഞാൻ ചട്ടിക്കകത്ത് ഇതുപോലെ പാകിയത് 1 മാസം കഴിഞ്ഞ തൈയാണ്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് 1 മാസമായ തൈ. ഇത് പാകിയിട്ട് ഇപ്പം 3-4-5 ഇലയൊക്കെ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ചെറിയ ബാഗിലേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ, താങ്ക് യു.